നിങ്ങൾ എത്ര പരിശ്രമിച്ചിട്ടും വിജയം നിങ്ങളെ വിട്ടുനിൽക്കുകയാണോ? അകാരണമായ തളർച്ചയും കുടുംബത്തിൽ കലഹങ്ങളും നിങ്ങളെ വേട്ടയാടുന്നുണ്ടോ? ആചാര്യ ചാണക്യൻ പറയുന്നു, പുറത്തുള്ള ശത്രുവിനേക്കാൾ അപകടകാരി അദൃശ്യമായ ദൃഷ്ടിദോഷമാണ്. നിങ്ങളുടെ വളർച്ചയിൽ അസൂയ പൂണ്ടവരുടെ ആ ഒരു കത്തുന്ന നോട്ടം മതി നിങ്ങളുടെ ഐശ്വര്യം കെടുത്തിക്കളയാൻ. നിങ്ങളെ തകർക്കുന്നത് നേരിട്ടുള്ള ശത്രുക്കളല്ല, മറിച്ച് ഈ കണ്ണേറാണ്. എന്നാൽ ഭയപ്പെടേണ്ട, നിമിഷങ്ങൾക്കുള്ളിൽ ഈ ദോഷം മാറ്റാൻ സഹായിക്കുന്ന അതീവ രഹസ്യമായൊരു വിദ്യ നമ്മുടെ പൗരാണിക ശാസ്ത്രത്തിലുണ്ട്. അത് എന്താണെന്നറിയണ്ടേ? നമസ്കാരം, ചാണക്യ മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. പലപ്പോഴും നമ്മുടെ പരാജയത്തിന് പിന്നിൽ നമ്മൾ കാണാത്ത ചില കാരണങ്ങളുണ്ടാകും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ദൃഷ്ടിദോഷം അഥവാ കണ്ണേറ്. അസൂയയോടെയുള്ള ഒരാളുടെ നോട്ടം നമ്മുടെ പ്രഭാവലയത്തെ തകർക്കാൻ കെൽപ്പുള്ളതാണ്. ഈ നെഗറ്റീവ് ഊർജത്തെ എങ്ങനെ നിഷ്പ്രഭമാക്കാമെന്നും നിങ്ങളുടെ ജീവിതത്തിലെ തടസ്സങ്ങൾ എങ്ങനെ നീക്കാം എന്നുമാണ് ഇന്ന് നാം പരിശോധിക്കുന്നത്. ജീവിത വിജയത്തിനായുള്ള ഇത്തരം പവർഫുൾ അറിവുകൾക്കായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓരോ പുതിയ വീഡിയോയും ഉടനടി നിങ്ങളിലേക്ക് എത്താൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള അമൂല്യമായ വിജ്ഞാനം പങ്കുവെക്കാൻ ഞങ്ങൾക്ക് വലിയൊരു പ്രേരണയാണ്. നമുക്ക് ആ രഹസ്യവിദ്യയിലേക്ക് കടക്കാം. ആചാര്യ ചാണക്യൻ തന്റെ തന്ത്രശാസ്ത്രങ്ങളിൽ ഊർജത്തെക്കുറിച്ച് വ്യക്തമായി പ്രതിപാദിക്കുന്നുണ്ട്. വിഷമില്ലാത്ത പാമ്പ് പോലും പത്തിവിടർത്തുന്നത് ശത്രുവിനെ ഭയപ്പെടുത്താനാണ് എന്ന് അദ്ദേഹം പറയുമ്പോൾ അത് നമ്മുടെ ചുറ്റുമുള്ള ഊർജ കവചത്തെ കൂടിയാണ് സൂചിപ്പിക്കുന്നത്. ഒരാൾ നിങ്ങളെ അസൂയയോടെയോ കടുത്ത വിദ്വേഷത്തോടെയോ നോക്കുമ്പോൾ ആ വ്യക്തിയുടെ ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന നിഷേധാത്മക തരംഗങ്ങൾ നിങ്ങളുടെ പ്രഭാവലയത്തിലേക്ക് തുളച്ചു കയറുന്നു. ഇതിനെയാണ് നാം കണ്ണേറ് എന്ന് വിളിക്കുന്നത്. ഒരു ശത്രുവിനെ നമുക്ക് നേരിട്ട് കാണാം, അവരുടെ നീക്കങ്ങൾ പ്രതിരോധിക്കാം. എന്നാൽ ദൃഷ്ടിദോഷം എന്നത് അദൃശ്യമായ ഒരു വിഷം പോലെയാണ്. ഇത് ബാധിച്ചാൽ അകാരണമായ ഭയം, അമിതമായ ക്ഷീണം, ചെയ്യുന്ന കാര്യങ്ങളിൽ പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ എന്നിവ അനുഭവപ്പെട്ടു തുടങ്ങും. ചാണക്യനീതി പ്രകാരം ഒരു വൃക്ഷം പുറമേ നിന്ന് എത്ര ശക്തമാണെങ്കിലും അതിന്റെ വേരിൽ വിഷം ചെന്നാൽ അത് ഉണങ്ങിപ്പോകും. അതുപോലെയാണ് ദൃഷ്ടിദോഷം നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്നത്. ഇത് തിരിച്ചറിയുക എന്നതാണ് ഇതിൽ നിന്നുള്ള മോചനത്തിന്റെ ആദ്യപടി. നിങ്ങളുടെ ഊർജം ചോർന്നു പോകുന്നു എന്ന് തോന്നുമ്പോൾ തന്നെ നിങ്ങൾ ജാഗ്രത പാലിക്കണം. ആചാര്യ ചാണക്യൻ പറയുന്നത് പ്രകൃതിയിൽ തന്നെ എല്ലാ ദോഷങ്ങൾക്കുമുള്ള പ്രതിവിധിയുണ്ട് എന്നാണ്. നെഗറ്റീവ് ഊർജത്തെ വലിച്ചെടുക്കാൻ കല്ലുപ്പിനുള്ള അസാമാന്യമായ കഴിവ് പണ്ടുകാലം മുതലേ പ്രശസ്തമാണ്. നിങ്ങളുടെ വീട്ടിൽ അകാരണമായ അസ്വസ്ഥതകളോ തടസ്സങ്ങളോ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ഒരു PT കല്ലുപ്പെടുത്ത് വീടിന്റെ 4 മൂലകളിലും അല്പനേരം വയ്ക്കുക. ശേഷം അത് ആരും ചവിട്ടാത്ത രീതിയിൽ ഒഴുകുന്ന വെള്ളത്തിലോ മണ്ണിലോ ഉപേക്ഷിക്കുക. വ്യക്തിപരമായി ദൃഷ്ടിദോഷം മാറാൻ ഒരു PT കല്ലുപ്പെടുത്ത് ദോഷം ബാധിച്ച വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും 3 തവണ ഒഴിഞ്ഞ് അത് വെള്ളത്തിൽ ലയിപ്പിച്ചു കളയുക. ഉപ്പ് വെള്ളത്തിൽ അലിയുന്നത് പോലെ നിങ്ങളുടെ ജീവിതത്തിലെ കടുത്ത ദൃഷ്ടിദോഷങ്ങളും നെഗറ്റീവ് ഊർജവും അലിഞ്ഞു ഇല്ലാതാകുന്നു. ചാണക്യനീതി പ്രകാരം ശുദ്ധമായ ഒരിടത്ത് മാത്രമേ ലക്ഷ്മി ദേവി വസിക്കുകയുള്ളൂ. ഈ പ്രയോഗം നിങ്ങളുടെ ശരീരത്തെയും പരിസരത്തെയും ശുദ്ധീകരിച്ച് ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കുന്നു. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ മുമ്പ് എപ്പോഴെങ്കിലും ഉപ്പ് ഉപയോഗിച്ചുള്ള ഇത്തരം രീതികൾ പരീക്ഷിച്ചിട്ടുണ്ടോ? അത് ചെയ്തപ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായ മാറ്റം എന്തായിരുന്നു? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ സോൾട്ട് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. ആചാര്യ ചാണക്യൻ അഗ്നിയെ വിശേഷിപ്പിക്കുന്നത് സർവ്വപാപ വിനാശകൻ എന്നാണ്. കടുത്ത ദൃഷ്ടിദോഷം മൂലം നിങ്ങളുടെ കുട്ടികൾക്കോ കുടുംബാംഗങ്ങൾക്കോ അകാരണമായ അസ്വസ്ഥതകൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ അഗ്നി ഉപയോഗിച്ചുള്ള ഈ പൗരാണിക രീതി അതീവ ഫലപ്രദമാണ്. നമ്മുടെ പൂർവികർ തലമുറകളായി കൈമാറി വന്ന ഈ വിദ്യയ്ക്ക് ശാസ്ത്രീയമായ ചില വശങ്ങൾ കൂടിയുണ്ട്. ചെയ്യേണ്ട രീതി: 3 ഉണക്കമുളകെടുക്കുക. കണ്ണേറ് ഏറ്റു എന്ന് തോന്നുന്ന വ്യക്തിയെ കിഴക്കോട്ട് നോക്കിയിരുത്തിയ ശേഷം ഈ മുളക് ആ വ്യക്തിയുടെ തലയ്ക്ക് ചുറ്റും വലത്തോട്ട് 3 തവണയും ഇടത്തോട്ട് 3 തവണയും ഒഴിയുക. ശേഷം ഈ മുളക് കത്തുന്ന അടുപ്പിലോ അല്ലെങ്കിൽ കനലിലോ ഇടുക. ചാണക്യനീതി പ്രകാരം ലക്ഷണങ്ങൾ നോക്കി വേണം ആപത്തിന്റെ ആഴമളക്കാൻ. മുളക് കത്തുമ്പോൾ സാധാരണ ഉണ്ടാകാറുള്ള രൂക്ഷമായ മണമോ ചുവയോ ചുമ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ വ്യക്തിയെ കഠിനമായ ദൃഷ്ടിദോഷം ബാധിച്ചിരുന്നു എന്നുറപ്പിക്കാം. അഗ്നി ആ നെഗറ്റീവ് ഊർജത്തെ പൂർണ്ണമായും ദഹിപ്പിച്ചു കളയുന്നു. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഇത്തരം രീതികൾ പരീക്ഷിക്കുമ്പോൾ മുളകിന് മണമില്ലാതെ പോയ അനുഭവം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അത് അന്ധവിശ്വാസമാണെന്നാണോ അതോ പ്രകൃതിയുടെ അടയാളമാണെന്നാണോ നിങ്ങൾ കരുതുന്നത്? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ ഫയർ എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ കാണാൻ എനിക്ക് താല്പര്യമുണ്ട്. ആചാര്യ ചാണക്യൻ പറയുന്നു, കോട്ടയുടെ വാതിലുകൾ ഉറപ്പുള്ളതാണെങ്കിൽ ശത്രുവിന് ഒരിക്കലും ഉള്ളിലേക്ക് കടക്കാൻ കഴിയില്ല. നമ്മുടെ വീടിന്റെ പടിവാതിൽക്കൽ നിന്നാണ് ദൃഷ്ടിദോഷങ്ങൾ അകത്തേക്ക് പ്രവേശിക്കുന്നത്. പ്രകൃതിദത്തമായ അണുനാശിനിയും പോസിറ്റീവ് എനർജിയുടെ ഉറവിടവുമായ മഞ്ഞളിന് അദൃശ്യമായ നെഗറ്റീവ് തരംഗങ്ങളെ തടയാനുള്ള അസാമാന്യമായ ശേഷിയുണ്ട്. ചെയ്യേണ്ട രീതി: ഒരു പാത്രത്തിൽ ശുദ്ധമായ വെള്ളമെടുത്ത് അതിൽ അല്പം മഞ്ഞൾപ്പൊടി ചേർക്കുക. ചാണക്യനീതി പ്രകാരം ശുദ്ധി എവിടെയുണ്ടോ അവിടെ വിജയമുണ്ടാകും. സന്ധ്യാസമയത്തോ പ്രഭാതത്തിലോ ഈ മഞ്ഞൾ വെള്ളം വീടിന്റെ ഉമ്മറപ്പടിയിലും മുറ്റത്തും തളിക്കുക.
ഇത് നിങ്ങളുടെ വീടിന് ചുറ്റും ഒരു പോസിറ്റീവ് ഊർജ്ജ വലയം സൃഷ്ടിക്കുന്നു. കണ്ണേറുമായി നിങ്ങളുടെ പടിവാതിൽക്കലെത്തുന്നവരുടെ ആ നെഗറ്റീവ് ദൃഷ്ടി ഈ മഞ്ഞളിന്റെ പ്രഭാവത്താൽ നിഷ്പ്രഭമാകും. നിങ്ങളുടെ വീട് ഒരു കോട്ട പോലെ സുരക്ഷിതമായിരിക്കും. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു പ്രധാന കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ കുടുംബത്തിന്റെ സംരക്ഷണത്തിനായി ഇത്തരം പൗരാണിക വിദ്യകൾ പിന്തുടരാൻ നിങ്ങൾ തയ്യാറാണോ? അതെ എന്നാണ് നിങ്ങളുടെ മറുപടിയെങ്കിൽ കമന്റ് ബോക്സിൽ ഐ എം പ്രൊട്ടക്റ്റഡ് എന്ന് ടൈപ്പ് ചെയ്യുക. നിങ്ങളുടെ ഈ ദൃഢനിശ്ചയം നിങ്ങളുടെ ചുറ്റുമുള്ള പോസിറ്റീവ് എനർജി വർദ്ധിപ്പിക്കും. ആചാര്യ ചാണക്യൻ പറയുന്നു, ബുദ്ധിമാനായ ഒരു വ്യക്തി തന്റെ ദൗർബല്യങ്ങളെ ശത്രുവിന്റെ കണ്ണിൽപ്പെടാതെ മറച്ചുപിടിക്കും. ദൃഷ്ടിദോഷം നീക്കാൻ കറുത്ത ചരട് ധരിക്കുന്നതിന് പിന്നിലും ഇത്തരമൊരു മനഃശാസ്ത്രപരമായ തന്ത്രമുണ്ട്. കറുപ്പ് നിറത്തിന് നെഗറ്റീവ് ഊർജ്ജത്തെയും അസൂയ നിറഞ്ഞ നോട്ടങ്ങളെയും ആവാഹിച്ചെടുക്കാനും തടഞ്ഞു നിർത്താനുമുള്ള അസാമാന്യമായ ശേഷിയുണ്ട്. ചാണക്യനീതി പ്രകാരം ഒരാൾ നിങ്ങളെ നോക്കുമ്പോൾ അവരുടെ ആദ്യത്തെ നോട്ടം നിങ്ങളുടെ ശരീരത്തിലെ ഏതെങ്കിലും ഒരു പ്രത്യേക അടയാളത്തിലേക്കോ അല്ലെങ്കിൽ നിങ്ങൾ ധരിച്ചിരിക്കുന്ന കറുത്ത ചരടിലേക്കോ പതിക്കുകയാണെങ്കിൽ ആ ദൃഷ്ടിയുടെ തീവ്രത അവിടെ വെച്ച് മുറിഞ്ഞു പോകുന്നു. നിങ്ങളുടെ ശരീരത്തിലേക്ക് നേരിട്ട് പതിക്കേണ്ടിയിരുന്ന ആ നെഗറ്റീവ് എനർജി കറുത്ത ചരടിലൂടെ വഴിമാറിപ്പോകുന്നു. കയ്യിലോ കാലിലോ ധരിക്കുന്ന ഈ ചെറിയ ചരട് ഒരു അദൃശ്യമായ കാവൽക്കാരനെ പോലെ നിങ്ങളെ സംരക്ഷിക്കുന്നു. ഇത് കേവലം ഒരു വിശ്വാസമല്ല, മറിച്ച് നിങ്ങളുടെ പ്രഭാവലയത്തെ സംരക്ഷിക്കാനുള്ള ഒരു കവചമാണ്. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾ കറുത്ത ചരട് ധരിക്കാറുണ്ടോ? അത് ധരിച്ച ശേഷം നിങ്ങളുടെ ആത്മവിശ്വാസത്തിലോ അല്ലെങ്കിൽ ജീവിതത്തിലോ എന്തെങ്കിലും മാറ്റം വന്നതായി നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ ഷീൽഡ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ നിരീക്ഷണങ്ങൾ മറ്റുള്ളവർക്കും ഒരു പുതിയ തിരിച്ചറിവാകും. ആചാര്യ ചാണക്യൻ പഠിപ്പിക്കുന്നു, ശുദ്ധജലം ശരീരത്തെ മാത്രമല്ല ആത്മാവിനെയും ശുദ്ധീകരിക്കുന്നുവെന്ന്. പ്രകൃതിയിലെ പഞ്ചഭൂതങ്ങളിൽ നെഗറ്റീവ് ഊർജ്ജത്തെ ഏറ്റവും വേഗത്തിൽ ആവാഹിച്ചെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ജലം. നിങ്ങളെ ആരെങ്കിലും കഠിനമായി ദ്രോഹിച്ചാലോ അല്ലെങ്കിൽ അവരുടെ അസൂയ നിറഞ്ഞ നോട്ടം നിങ്ങളെ തളർത്തുന്നു എന്ന് തോന്നിയാലോ ഒഴുകുന്ന ജലത്തിൽ നിങ്ങളുടെ പാദങ്ങൾ സ്പർശിക്കുന്നത് അതീവ ഫലപ്രദമാണ്. ചാണക്യനീതി പ്രകാരം ചലിച്ചുകൊണ്ടിരിക്കുന്നത് എപ്പോഴും ജീവനുള്ളതാണ്. ദൃഷ്ടിദോഷം മൂലം നിങ്ങളുടെ ശരീരത്തിൽ കെട്ടിക്കിടക്കുന്ന അലസതയും നെഗറ്റീവ് തരംഗങ്ങളും ഒഴുകുന്ന വെള്ളത്തിലൂടെ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോകും. ഒരു നദിയിലോ തോട്ടിലോ ഇറങ്ങാൻ സാധിക്കാത്തവർക്ക് വീട്ടിൽ തന്നെ അല്പം കല്ലുപിട്ട വെള്ളത്തിൽ പാദങ്ങൾ മുക്കിവെക്കാം. 10 മിനിറ്റോളം ഇത്തരത്തിൽ ഇരിക്കുമ്പോൾ നിങ്ങളുടെ ഉള്ളിലെ നെഗറ്റീവ് എനർജി മുഴുവൻ ആ ഉപ്പുവെള്ളം വലിച്ചെടുക്കും. ആ വെള്ളം പിന്നീട് ആരും ചവിട്ടാത്ത ഒരിടത്ത് ഒഴുക്കിക്കളയുക. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. ഒരു കുളി കഴിഞ്ഞാലോ അല്ലെങ്കിൽ കൈകാലുകൾ കഴുകിയാലോ പെട്ടെന്നൊരു ഉന്മേഷം തോന്നുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അത് നിങ്ങളുടെ ശരീരത്തിലെ ദൃഷ്ടിദോഷം നീങ്ങുന്നതിന്റെ ലക്ഷണമാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? നിങ്ങളുടെ അഭിപ്രായം താഴെ കമന്റ് ബോക്സിൽ പ്യൂരിഫൈ എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ ചിന്തകൾ പങ്കുവെക്കുന്നത് ഈ കമ്മ്യൂണിറ്റിക്ക് വലിയൊരു അറിവായിരിക്കും. ആചാര്യ ചാണക്യൻ പറയുന്നു, ഒരു ചെറിയ ദീപത്തിന് വലിയൊരു കൊട്ടാരത്തിലെ ഇരുട്ടിനെ മാറ്റാൻ കഴിയും. ദൃഷ്ടിദോഷം എന്നത് നെഗറ്റീവ് ഊർജത്തിന്റെ അന്ധകാരമാണ്. ഈ അന്ധകാരത്തെ മറികടക്കാൻ പ്രകാശത്തിന്റെ പോസിറ്റീവ് എനർജിക്ക് സാധിക്കും. നിങ്ങളുടെ വീട്ടിൽ ദൃഷ്ടിദോഷം മൂലം ഐശ്വര്യം കുറയുന്നു എന്ന് തോന്നുന്നുണ്ടെങ്കിൽ സന്ധ്യാസമയത്ത് വീടിന്റെ ഉമ്മറത്ത് ദീപം തെളിക്കുന്നത് അതീവ ഫലപ്രദമാണ്. ചാണക്യനീതി പ്രകാരം പ്രകാശം എവിടെയുണ്ടോ അവിടെ അജ്ഞതയ്ക്കും അസൂയയ്ക്കും സ്ഥാനമില്ല. ശുദ്ധമായ എള്ളെണ്ണയോ നെയ്യോ ഉപയോഗിച്ച് ദീപം തെളിക്കുമ്പോൾ ഉണ്ടാകുന്ന ഊർജം നിങ്ങളുടെ വീടിന് ചുറ്റുമുള്ള നെഗറ്റീവ് തരംഗങ്ങളെ നശിപ്പിക്കുന്നു. അസൂയയോടെ നിങ്ങളുടെ വീടിനെ നോക്കുന്നവരുടെ ദൃഷ്ടി ഈ ദീപപ്രഭയിൽ തട്ടി നിഷ്പ്രഭമാകും. ഇത് കേവലം ഒരു ആചാരമല്ല, മറിച്ച് നിങ്ങളുടെ ചുറ്റുമുള്ള അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാനുള്ള ഒരു മാർഗമാണ്. മനസ്സിന് ശാന്തിയും വീടിന് സുരക്ഷയും നൽകാൻ ഈ നിസ്സാരമായ പ്രവൃത്തിക്ക് സാധിക്കും. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. സന്ധ്യാസമയത്ത് ദീപം തെളിക്കുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഒരു പ്രത്യേക പോസിറ്റീവ് എനർജി അനുഭവപ്പെടാറുണ്ടോ? ആ പ്രകാശം നിങ്ങളുടെ മനസ്സിനെ എത്രത്തോളം സ്വാധീനിക്കുന്നു? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ ലൈറ്റ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കും ഒരു പ്രകാശമാകട്ടെ. ആചാര്യ ചാണക്യൻ പറയുന്നു, നിങ്ങളുടെ വിജയങ്ങളെയും പദ്ധതികളെയും രഹസ്യമാക്കി വെക്കുക. കാരണം എല്ലാ കൈകളും നിങ്ങളെ സഹായിക്കാൻ നീളില്ല, എന്നാൽ എല്ലാ കണ്ണുകളും നിങ്ങളെ അസൂയോടെ നോക്കാൻ സാധ്യതയുണ്ട്. ദൃഷ്ടിദോഷം ഒഴിവാക്കാനുള്ള ഏറ്റവും ലളിതവും എന്നാൽ ശക്തവുമായ മാർഗമാണ് മൗനം. നിങ്ങളുടെ ജീവിതത്തിലെ വലിയ സന്തോഷങ്ങളോ നേട്ടങ്ങളോ മറ്റുള്ളവരോട് അമിതമായി പ്രദർശിപ്പിക്കുന്നത് ഒഴിവാക്കുക. ചാണക്യനീതി പ്രകാരം പാകമാകാത്ത പഴത്തെ പക്ഷി കൊത്തി നശിപ്പിക്കും. അതുപോലെ നിങ്ങളുടെ ലക്ഷ്യങ്ങൾ പൂർത്തിയാകുന്നതിനു മുമ്പ് അവ മറ്റുള്ളവർക്ക് മുന്നിൽ വിളിച്ചു പറയരുത്. നിങ്ങൾ സന്തോഷവാനാണെന്ന് കാണുമ്പോൾ അസൂയ തോന്നുന്നവർക്ക് ആ നിമിഷം തന്നെ നിങ്ങളിലേക്ക് നെഗറ്റീവ് ഊർജം പ്രവഹിപ്പിക്കാൻ കഴിയും. അനാവശ്യമായ പ്രദർശനം ഒഴിവാക്കുന്നതിലൂടെ അസൂയക്കാരുടെ ശ്രദ്ധയിൽപ്പെടാതെ നിങ്ങൾക്ക് മുന്നേറാം. നിങ്ങളുടെ രഹസ്യ സ്വഭാവമാണ് നിങ്ങളുടെ ഏറ്റവും വലിയ സുരക്ഷാ കവചം. ഇവിടെ എനിക്ക് നിങ്ങളോടൊരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങളുടെ വലിയൊരു കാര്യം ആരോടെങ്കിലും പറഞ്ഞതിനു ശേഷം അത് തടസ്സപ്പെട്ടു പോയ അനുഭവം നിങ്ങൾക്കുണ്ടോ?
അത് മറ്റുള്ളവരുടെ കണ്ണീർ മൂലമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങളുടെ അനുഭവം താഴെ കമന്റ് ബോക്സിൽ സൈലൻസ് എന്ന് ടൈപ്പ് ചെയ്ത് രേഖപ്പെടുത്തൂ. നിങ്ങളുടെ അനുഭവങ്ങൾ മറ്റുള്ളവർക്കൊരു വലിയ പാഠമായിരിക്കും. സുഹൃത്തുക്കളെ, നിങ്ങളെ തകർക്കാൻ പുറത്തുള്ള ശത്രുക്കളെക്കാൾ അദൃശ്യമായ ഈ ദൃഷ്ടിദോഷങ്ങൾ മതിയെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. ആചാര്യ ചാണക്യൻ പഠിപ്പിച്ചതുപോലെ പ്രതിരോധമാണ് ഏറ്റവും വലിയ വിജയം. ഇന്ന് നാം ചർച്ച ചെയ്ത ഈ ലളിതമായ വിദ്യകൾ നിങ്ങളുടെ ജീവിതത്തിൽ പരീക്ഷിച്ചു നോക്കൂ. അസൂയക്കാരുടെ നോട്ടങ്ങൾക്കും നെഗറ്റീവ് ഊർജത്തിനും തകർക്കാൻ കഴിയാത്ത വിധം നിങ്ങളുടെ പ്രഭാവലയം ശക്തമാകട്ടെ. ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏറ്റവും ഫലപ്രദമായി തോന്നിയ മാർഗം ഏതാണ്? അത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. ഇതുപോലുള്ള പവർഫുൾ ചാണക്യ തന്ത്രങ്ങളും ജീവിത വിജയത്തിനായുള്ള മോട്ടിവേഷണൽ വീഡിയോകളും മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തുന്നതിനായി ചാണക്യ മലയാളം ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞങ്ങളുടെ ഓരോ അറിവുകളും ഉടനടി നിങ്ങളിലേക്ക് നോട്ടിഫിക്കേഷനായി എത്താൻ ആ ബെല്ലൈക്കൺ കൂടി അമർത്തുക. നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ഇതുപോലുള്ള വിലപ്പെട്ട അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾക്ക് വലിയൊരു ഊർജമാണ്. തടസ്സങ്ങളെല്ലാം നീക്കി വിജയത്തിന്റെ പാതയിലൂടെ മുന്നേറാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. മറ്റൊരു പവർഫുൾ വീഡിയോയുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.